അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കന്യാസ് ലിറ്റിൽ വേൾഡ്. അപ്പം ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഉണ്ടാകലുണ്ട്. അപ്പം ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് പറയുന്നതിന് മുമ്പ്, ഈ സാധനം പറയുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഫാത്തിമാത സ്കൂള്, ഞാൻ 3rd ക്ലാസ് വരെ അവിടെ ഞാൻ പഠിച്ചത്. അപ്പം നാട്ടിലാട്ടോ ക്രിസ്ത്യൻ സ്കൂളിൽ. അപ്പം ക്രിസ്മസിന് നല്ല സെലിബ്രേഷൻ ആവും. അപ്പോൾ ഇങ്ങനെ സാന്റാ ക്ലാസ് ഒക്കെ വന്നിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് വരും, പിന്നെ കേക്ക് ഉണ്ടാവും. അങ്ങനെ നല്ല രസമാണ്. ഡാൻസ്, പാട്ട്, ഇതൊക്കെ നല്ല രസമായിരുന്നു അന്ന്. അതേമാതിരി തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞങ്ങളോട് കൊണ്ടുവരാൻ പറയും. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമാണ് ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതൊക്കെയുണ്ടാവും, ഒന്നെങ്കിൽ സ്റ്റാർ ആവും. അല്ല, സ്റ്റാർ അല്ല, ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ. ചാർട്ട് കൊണ്ട് എങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാന്നാണ് ഞാൻ നോക്കാൻ പറയുന്നത്. അപ്പോൾ ഈസിയാണ്, നമുക്ക് അതെങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം. അതിനു മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഓരോന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചുതരാം. എന്താ, ഇത് മൊത്തം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞാനും എൻ്റെ ഉമ്മയും കൂടി ഉണ്ടാക്കിയതാണ്. മിക്ക സാധനങ്ങളും ഉമ്മയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതാണ്. പിന്നെ ഇത് ഞാൻ അലൂമിനിയം ഫോയിലിൻ്റെ ഇതിൽ നിന്ന് എടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ട് ചുറ്റിയിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചുറ്റിയിട്ടോ ആക്കാം. പിന്നെ ഒരു സർക്കിൾ, ഇത് കാർഡ്ബോർഡാണ്, സർക്കിൾ കാർഡ്ബോർഡ് ഷേപ്പിൽ. ഞാനിത് റെഡ് ഇതുകൊണ്ട് കവർ ചെയ്തത്, ചാർട്ട് കൊണ്ട് കവർ ചെയ്തതാണ്. നമുക്ക് ഈ ഭാഗം കവർ ചെയ്താൽ മതി. ഇത്ര സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ വീഡിയോ ഇഷ്ടമാവണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും എഴുതണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയുന്നതിന് ചെയ്യുന്നതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. ഞാൻ ഇമ്പോർട്ടൻ്റ് സാധനം വിട്ടുപോയി. ഇങ്ങനത്തെ ഒരു സാധനമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇതാ, ഇങ്ങനെ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യണ ഒരു ഇതാണ്. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇതേ കളർ ചാർട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കൊരു കോണായിട്ട് ഇതൊന്ന് ടേൺ വെക്കാം. അതിനായിട്ട് ഇങ്ങനെ ഒരു സൈഡിന്നും അതേമാതിരി മറ്റേ സൈഡിന്നും അങ്ങനെ വെക്കാം. അപ്പം ഇതുണ്ടോ, ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ കോണ് വരികയില്ലേ. അപ്പോൾ നമുക്ക് ഇതോടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അതിനുശേഷം ഇത് ഒന്ന് സർക്കിളാക്കിയിട്ട് കട്ട് ചെയ്യണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു കോണായി കിട്ടി. ഇനി നമുക്ക് ഇതിവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. പേസ്റ്റ് ചെയ്യണം. ആ ഹോട്ട് ഗ്ലൂ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതാ ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കൊരു കറക്റ്റ് സർക്കിളായി കിട്ടും. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ നന്നായി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമുക്ക് അതിന് ശേഷം പേസ്റ്റ് ചെയ്യാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത്.
ഇപ്പം ഇതിൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതൊരു അധികമാണെന്ന്. അപ്പം നമുക്ക് ഇനി ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. നമ്മളെ സാധനം അതവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റെമ്മ് കാണണം, അതിനനുസരിച്ചാണ് ഈ ട്രീൻ്റെ ഇത് ഉണ്ടാക്കേണ്ടത്, അടുത്തത് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ ഇത് ഇടുമ്പോൾ കാണുന്ന ആ ഭാഗം ഈ ഗോൾഡൻ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റെമ്മ് കാണാൻ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടി ഒന്ന് കവർ ചെയ്തെടുക്കാൻ ഞാൻ സർക്കിൾ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. നമുക്ക് പറഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഈ സൈഡ് ഇത് കവർ ചെയ്ത് കഴിഞ്ഞ് അടിഭാഗം കവർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ കാർഡ്ബോർഡ്, ഈ സർക്കിൾ ഷേപ്പിലായിട്ടുള്ള കാർഡ്ബോർഡ് നമുക്ക് ഇതൊന്ന് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതാണ് അടുത്ത പ്ലാൻ. സ്റ്റാർസ് ഉണ്ട് ഇവിടെ, ഡിഫറെൻറ്റ് സൈസിലാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റാർ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഇവിടെ ഞാൻ ഇവിടെ രണ്ട് വലിയ സ്റ്റാർ എടുത്തിട്ടുണ്ട്. അതേമാതിരി അവിടെ കുറച്ചും കൂടെ ഒരു വലുപ്പമുള്ളൊരു ടൂപ്പിക്കാണിത്. എങ്ങനത്തെ ടൂപ്പിക്കാലും വേണ്ടിയില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്നിൻ്റെ ഈ ഭാഗത്തും സ്റ്റിക്ക് ചെയ്യാം, മറ്റേൻ്റെ ഈ ഭാഗത്തുമായി ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്തിട്ടില്ല, സ്റ്റിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം.
നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ അമ്മ ഉണ്ടാക്കണം. ഈ ഓരോ തിങ്സും എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കേട്ടോ, സിമ്പിളാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് അടിപൊളിയായില്ല? എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഈസി അല്ലേ? നല്ല രസമല്ലേ കാണാൻ?